നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനം സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് ജില്ലാ ദളിത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. തിരുവനന്തപുരത്ത് വേങ്ങാനൂരിൽ പെരിങ്കാറ്റുവിളയിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. 1941 ജൂൺ 18-ന് അന്തരിക്കുന്നതുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം അഹോരാത്രം പോരാടി. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിയിച്ചുകൊണ്ടാണ് ജാതിഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത്. കാസർഗോഡ് ജില്ലാ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനാഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കാഞ്ഞങ്ങാട് HSC ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു. കൊല്ലവർഷക്കണക്കിന് പറഞ്ഞാൽ അദ്ദേഹം 27 നക്ഷത്രങ്ങളിൽ അവിട്ട നക്ഷത്രത്തിലാണ് ജനിച്ചത്. തിരുവോണം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് അവിട്ടം വരുന്നത്. ഇന്ന് ചതയമാണ്. ചതയത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. 2 സാമൂഹ്യ പരിഷ്കർത്താക്കൾ, 2 സാമൂഹ്യ നവോത്ഥാന നായകന്മാർ, അവരുടെ 2 പേരുടെയും ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ശ്രീ അയ്യങ്കാളിയുടെ 163ാം ജന്മദിനം നമ്മുടെ സന്യാസി വര്യൻ കൂടിയായ ശ്രീനാരായണ ഗുരുവിന്റെ 172ാം ജന്മദിനം. പിന്നെ 2 ജന്മദിനങ്ങളും നമ്മുടെ സംസ്ഥാന വ്യാപകമായി വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ട്രഷറർ ഡോക്ടർ ശശിധരൻ, സംസ്ഥാന ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K സിന്ധു, ജില്ലാ ഭാരവാഹികളായ സുന്ദരൻ കുറിച്ചിക്കുന്ന്, K കുഞ്ഞികൃഷ്ണൻ, എള്ളത്ത് കുഞ്ഞികൃഷ്ണൻ, കുസുമം ചേനക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി തൈക്കൽ സ്വാഗതവും കൊട്ര സുധാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.